Hi students, good morning all. Welcome to my class. എൻ്റെ പേര് സുനൈന. ഞാൻ നിങ്ങളെ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞല്ലോ. എല്ലാവർക്കും അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ നമുക്കിനി 4th ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പേ ഞാൻ കുറച്ച് ഇമേജസ് ഇവിടെ കാണിക്കാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇമേജ് നോക്കി. ഇതിലെന്താ പ്രത്യേകത? ഇതിൻ്റെ രണ്ടും ഒരുപോലെ തന്നെയാണല്ലേ ഇരിക്കുന്നത്. രണ്ടും സിമിലർ ആണെന്ന് നമുക്ക് പറയാം. എഗെയിൻ ഈ ഒരു പിക്കിലോ ഇതിലും രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് എഗെയിൻ ഇത് സിമിലർ ആണെന്ന് പറയാം. സോ ഇവിടെ സിമിലർ എന്നുള്ളൊരു വേർഡിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ വേറൊരു ഇമേജ് കാണിക്കാം. ഇവിടെ എന്താ പ്രത്യേകത? ഇതെന്താണ്? അത് രണ്ട് ട്വിൻസ് ആണല്ലേ. രണ്ടുപേരും സിമിലർ ആണ് കാണാനായിട്ട്. സോ നമ്മളിവിടെ സിമിലർ എന്നുള്ള വേർഡിന് പകരം നമ്മൾ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യാറ്. നമ്മൾ എന്താ വിളിക്കാറ് ഇവരെ? ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വിളിക്കാറുണ്ട്. സോ നമ്മളിവിടെ സിമിലർ എന്നുള്ള വേർഡിന് പകരം ഐഡന്റിക്കൽ എന്നുള്ള ഒരു വേർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. സോ ഐഡന്റിക്കൽ എന്ന വേർഡിന്റെ മീനിങ് എന്താ? നമുക്ക് എന്ത് പറയാം? എ ക്ലോസ് സിമിലാരിറ്റി ഓർ സിമിലാരിറ്റി ഇൻ എവറി ഡീറ്റെയിൽ അല്ലേ. സിമിലർ എന്നുള്ളത് വേർഡിന്റെ വേറൊരു വേർഡ് തന്നെയാണ് എന്ത്? ഐഡന്റിക്കൽ എന്നുള്ളൊരു പദം. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മാത്തമാറ്റിക്സിലെ ഈ ഐഡന്റിറ്റി എന്നുള്ളൊരു ടേം വെച്ച് എന്താ അർത്ഥമാക്കുന്നത് മാത്തമാറ്റിക്സിലെ കേസിൽ? ഓക്കെ, സോ നമ്മൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഗസ് ചെയ്യാലോ. ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഐഡന്റിറ്റീസ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഐഡന്റിറ്റീസ്. ഓക്കെ, സോ നമുക്കിനി മാത്തമാറ്റിക്സിലെ ഐഡന്റിറ്റി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് നോക്കാം. സോ നമ്മള് ഇക്വേഷൻ ഉള്ള ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലേ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ. സോ ഇക്വേഷൻ എന്നുകൊണ്ട് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷന്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു ഈക്വൽ സൈൻ ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വാല്യൂസ് ഉണ്ടാവും അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ അതിനെ ഈക്വൽ സൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. സോ നമ്മൾ അതിനപ്പോൾ ഇക്വേഷൻ എന്ന് വിളിക്കും. സോ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ അഥവാ സെയിം ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് പറഞ്ഞു അല്ലേ. സെയിം ആയിരിക്കുന്ന കേസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പറഞ്ഞു. സോ ഇവിടെ ഒരു ഇക്വേഷൻ എടുത്ത് അതിന്റെ LHSഉം RHSഉം സെയിം ആവുന്ന കണ്ടീഷൻ ഉണ്ടാവില്ലേ? ദാറ്റ് ഈസ് ഇൻ മാത്തമാറ്റിക്സ് ഐഡന്റിറ്റി മീൻസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഈസ് identically equal to the right side of the equation. അതായത് ഒരു ഇക്വേഷന്റെ LHS equal to RHS ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഐഡന്റിറ്റി എന്ന് പറയുക. ഓക്കെ, ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഐഡന്റിറ്റി എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൂ. നമുക്ക് ഐഡന്റിറ്റി എന്താണ് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷനും ഐഡന്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതിന് മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, ആൾജിബ്ര എന്നുള്ള ടൈം നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചേ? ഏതാ? ഇക്വേഷൻ ഉള്ള ചാപ്റ്റർ നമ്മൾ ആൾജിബ്രായിക് മെത്തേഡ് എന്താണ് പഠിച്ചു. ആൾജിബ്രായിക് മെത്തേഡ് എന്തായിരുന്നു? ആൾജിബ്ര ഈസ് അബൌട്ട് ഫൈൻഡിങ് അൺനോൺസ് അല്ലേ. അൺനോൺ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആൾജിബ്രായിക് മെത്തേഡോടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓർമ്മയില്ല എല്ലാവർക്കും? സോ ആൾജിബ്രയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൾജിബ്രായിക് മെത്തേഡില് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിനെ ഒരു ഇക്വേഷൻ ആക്കി എഴുതും. അതിൽ അൺനോൺ വാല്യൂവിനെ നമ്മൾ ലെറ്റേഴ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനെ സോൾവ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇങ്ങനെയല്ലേ ചെയ്യാറ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. അപ്പൊ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാലും മതി. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ വേരിയബിൾസ് വരും അല്ലേ. നമ്മൾ എക്സ് ഒക്കെ എടുത്തു, അതായത് നമ്മൾ വേരിയബിൾസ് എന്നാ പറയണേന്ന് പറഞ്ഞു. സോ വേരിയബിൾസ് വരും. പിന്നെന്താ? ആൾജിബ്രായിക് ഓപ്പറേഷൻ കൂടി ഉണ്ടാവും. ആൾജിബ്രായിക് ഓപ്പറേഷൻ ഏതൊക്കെയാ? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ആൾജിബ്രായിക് ഓപ്പറേഷൻ. സോ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വേരിയബിൾസ് ഉണ്ടാവും അലോങ് വിത്ത് ആൾജിബ്രായിക് ഓപ്പറേഷൻ. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എന്താ എഴുതാം നമുക്ക്? x+2 ഇതൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് അല്ലേ. x+2. പിന്നെ വേറെ
എഴുതിയപ്പോ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇത് ആൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ? എക്സ് ഇൻറ്റു എക്സ്, അതാണ് എക്സ് സ്ക്വയർ. സോ ഇതൊക്കെ എന്താണ്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇക്വേഷൻ എന്താ? ഇതൊരു ഇക്വേഷൻ ആണോ? എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ഇക്വേഷൻ ആണോ? അല്ല. കാരണം എന്താ? അവിടെ ഒരു സാധനം മിസ്സിംഗ് ഉണ്ടല്ലോ. എന്താണ് മിസ്സിംഗ്? ഈക്വൽ സൈൻ അവിടെ ഇല്ല അല്ലെ? ഈക്വൽ സൈൻ കൂടി വന്നാലല്ലേ ഒരു ഇക്വേഷൻ ആവുള്ളൂ. സോ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എഴുതാം. എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 5. ഇതൊരു ഇക്വേഷൻ ആണോ? ഇതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ ഈക്വൽ സൈൻ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വാല്യൂ ഉണ്ട്, വേരിയബിളും നിന്നുണ്ട്. സോ ഇതൊരു ആൾജിബ്രായിക് ഇക്വേഷൻ ആണ് അല്ലേ? ഓക്കെ, അതുപോലെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഇതൊരു ഇക്വേഷൻ അല്ലേ? സോ ഇതൊരു ഇക്വേഷൻ ആണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇതൊക്കെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്, ഇതെല്ലാം ഇക്വേഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കണേ. സോ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഫസ്റ്റ് എന്താ കണ്ടേ? ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ് കണ്ടത്. ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അത് വെറുതെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ? എക്സ് പ്ലസ് ടു, ജസ്റ്റ് എക്സ് പ്ലസ് ടു എക്സ് സ്ക്വയർ, അത്ര മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ഇക്വേഷനിലേക്ക് വന്നപ്പോൾ എന്തായി? എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ നോക്കണം. എക്സിന്റെ വാല്യൂ, ഈ ഒരു കേസിൽ എക്സിന്റെ വാല്യൂ എന്താ? ഏതൊരു നമ്പറിന്റെ കൂടെയാണ് 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്? ഏത് നമ്പറിന്റെ കൂടെയാ? 3യുടെ കൂടെ. 3 എന്ന് പറഞ്ഞ നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്താലല്ലേ 5 കിട്ടുള്ളൂ. വേറെ ഏത് നമ്പർ എടുത്ത് നോക്കിയോ? 4 എടുത്ത് നോക്കി. 4 പ്ലസ് 2 5 കിട്ടോ? ഇല്ല, 6 ആ കിട്ടാ അല്ലെ? സോ 3യുടെ കൂടെ മാത്രമാണ് എന്ത് കിട്ടാ? 2 ആഡ് ചെയ്താലാണ് 5 കിട്ടാ. സോ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ? 3 ആണ്. സോ ഇത് എപ്പോഴാണ് ട്രൂ ഇക്വേഷൻ ആവാ? എപ്പോഴാണ് ട്രൂ ആവുന്നത്? എക്സ് ഈക്വൽ ടു 3 വരുമ്പോ മാത്രമാണ് ഇതൊരു ട്രൂ ഇക്വേഷൻ ആവുക. സിമിലർലി ഈ കേസിലോ എക്സ് ഏത് വാല്യൂ വരണം? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്നാ വന്നിട്ടുണ്ട്. സോ ഏത് നമ്പറിന്റെ സ്ക്വയർ എടുത്താലാണ് 9 കിട്ടുക? 3യുടെ സ്ക്വയർ എടുത്താലാണ് 9 കിട്ടുക. -3യുടെ സ്ക്വയർ എടുത്താലും 9 അല്ലേ കിട്ടുക? -3 ഇൻറ്റു -3 എന്ത് വരും? 9 വരും അല്ലെ? സോ -3യുടെ കേസിലും +3യുടെ കേസിലും ഈ ഇക്വേഷൻ ട്രൂ ആണ്. സോ ഈ ഇക്വേഷൻ 3യുടെ കേസിൽ ട്രൂ ആണ്. ഈ ഇക്വേഷൻ എക്സിന് -3യും 3യും വന്നാൽ ട്രൂ ആണ്. സോ ഇവിടെ എക്സിന് ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ എക്സിന് 2 വാല്യൂ. സോ ഇക്വേഷന്റെ കേസിൽ അത് എപ്പോൾ ട്രൂ ആവും നമുക്ക് പറയാൻ പറ്റും? സെർട്ടൈൻ വാല്യൂസിന്റെ കേസിൽ മാത്രമാണ് ഈ ഇക്വേഷൻസ് ട്രൂ ആവണുള്ളൂ അല്ലെ? എല്ലാ വാല്യൂസിലും ഈ ഇക്വേഷൻസ് ട്രൂ ആവില്ല അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. ഇക്വേഷൻസ് ചില സെർട്ടൈൻ വാല്യൂസിൽ മാത്രമാണ് അത് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഐഡന്റിറ്റീസിന്റെ കേസിൽ എന്തായിരിക്കും? ഐഡന്റിറ്റീസ് ആർ ട്രൂ ഫോർ ഓൾ വാല്യൂസ്. എല്ലാ വാല്യൂസിലും ഐഡന്റിറ്റീസ് ട്രൂ ആയിരിക്കും, എല്ലാ വാല്യൂസിലും ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. x plus 1 is equal to 2x plus 1. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എല്ലാവരും കണ്ടില്ലേ? ഇതൊരു ട്രൂ ഇക്വേഷൻ ആണ്. എല്ലാ വാല്യൂ എടുത്താലും നമുക്കിത് ട്രൂ ആണോ ചെക്ക് ചെയ്യാൻ പോവാ. സോ ഞാൻ ഫസ്റ്റ് x ഈക്വൽ ടു 1 കൊടുത്തു. x ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്താവും? ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇതൊരു 1 പ്ലസ് എക്സിന് 1 കൊടുക്കാം. സോ 1 പ്ലസ് ഇവിടെ എന്താ? 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 1 അല്ലേ? 2 ഇൻറ്റു 1 പ്ലസ് 1. സോ ഇവിടെ 1 പ്ലസ് 1 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 പ്ലസ് 1 എന്ത് വരും? 3 ഇസ് ഈക്വൽ ടു 3 അല്ലേ? ഇത് ട്രൂ ഇക്വേഷൻ ആയില്ലേ? ഇത് ട്രൂ ഇക്വേഷൻ ആയാലും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. സോ x ഈക്വൽ ടു 1 ഇക്വേഷൻ ട്രൂ ആണ്. സോ നമുക്കിനി വേറൊരു വാല്യൂ വെച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ x ഈക്വൽ ടു 2 എന്ന് കൊടുക്കാൻ പോവാം. അപ്പൊ x ഈക്വൽ ടു 2. x ഈക്വൽ ടു 2 വരുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സിന്റെ പ്ലേസിൽ
2 കൊടുക്കണം. സോ എന്ത് വരും? 2 plus 2 plus 1 അല്ലേ? 2 plus 2 plus 1 is equal to എത്ര വരും? ഇവിടെ എന്ത് വരും? 2 into 2 plus 1 അല്ലേ? ഇവിടെ എന്ത് വരും? 2 plus 2 plus 1 എത്രയാ? 3 is equal to എന്ത് വരും? 2 into 2 4 4 plus 1 അല്ലേ? 2 plus 3 എത്രയാ? 5 is equal to 4 plus 1 എത്രയാ? 5. സോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിട്ട് വന്നു. സോ x equal to 2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതൊരു ട്രൂ ഇക്വേഷൻ തന്നെയായിട്ട് വരണേ. നമുക്കിനി വേറൊരു വാല്യൂ കൂടി എടുത്തതും ചെയ്ത് നോക്കാം. ഞാനിവിടെ x equal to 9 എന്ന് കൊടുക്കാൻ പോവാം. x is equal to 9. x equal to 9 വരുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സിന്റെ പ്ലേസിലൊക്കെ 9 കൊടുക്കണം. സോ 9 plus 1 is equal to എന്ത് വരും? 2 into 9 plus 1 ഇങ്ങനെയല്ല വരാ? സോ 9 plus 1 എത്രയാ? 10 അല്ലേ? is equal to 2 into 9 എത്രയാ? 18 plus 1. ഓക്കെ, സോ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 9 plus 10 is equal to 18 plus 1 കിട്ടി. നമുക്ക് ഇവിടെ 9 plus 10 കിട്ടി. 9 plus 10 എത്രയാ? 90 is equal to 18 plus 1 ആണോ? 19. സോ എന്താണ്ടായേ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒക്കെ സെയിം ആയിട്ട് വന്നു. സോ x equal to 9 കൊടുത്തപ്പോഴും ഇതെന്താ? ഒരു ട്രൂ ഇക്വേഷൻ ആയിട്ട് വന്നു. സോ ഇവിടെ നമ്മൾ x equal to 1 കൊടുത്തപ്പോഴും 2 കൊടുത്തപ്പോഴും 9 കൊടുത്തപ്പോഴും എന്താ? ട്രൂ ഇക്വേഷൻ ആണ് അല്ലേ? സോ ഏത് വാല്യൂസ് എടുത്താലും എക്സിൽ നമ്മൾ ഏത് വാല്യൂസ് എടുത്താലും ഇതൊരു ട്രൂ ഇക്വേഷൻ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി? സോ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐഡന്റിറ്റീസ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇറ്റ്സ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് അല്ലേ? എല്ലാ വാല്യൂസും എക്സിന് ഏത് വാല്യൂ എടുത്താലും അത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇങ്ങനെയുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാ? ഐഡന്റിറ്റീസ് എന്ന് പറയാ. എല്ലാവർക്കും ഐഡന്റിറ്റീസ് എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ എവിടെന്നാ തുടങ്ങിയേ? ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ തുടങ്ങി അല്ലേ? ആൾജിബ്രൈക് എക്സ്പ്രഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? സിംപ്ലി ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ? ഓക്കെ, അത് മറിച്ച് നമ്മൾ ഇക്വേഷനിലേക്ക് വന്നപ്പോ എന്തായി? ഇറ്റ്സ് ട്രൂ ഫോർ സർട്ടൻ വാല്യൂസ്. കുറച്ച് വാല്യൂസിന് അത് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഐഡന്റിറ്റീസിന്റെ കേസിലേക്ക് ആയിപ്പോഴോ? ഇറ്റ്സ് ട്രൂ ഫോർ ഓൾ വാല്യൂസ്. എല്ലാ വാല്യൂസിനും എന്താ? ഐഡന്റിറ്റീസ് ട്രൂ ആണ്. ഓക്കെ, സോ ഐഡന്റിറ്റീസ് എന്നുള്ള ടേം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഈ ഫ്ലാഷ് കാർഡിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയേ. an equation is true for any value of its variables. ഒരു ഇക്വേഷൻ അതിന്റെ വേരിയബിൾസ് എടുക്കുമ്പോൾ അതിന് ഏത് വാല്യൂ കൊടുത്താലും ട്രൂ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐഡന്റിറ്റീസ് എന്ന് വിളിക്കും. സോ ഐഡന്റിറ്റീസ് എന്താണെന്ന് മനസ്സിലായില്ലേ? സോ നമുക്കപ്പോൾ കുറച്ച് ഇക്വേഷൻസ് എടുത്തിട്ട് അത് ഐഡന്റിറ്റീസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ക്വസ്റ്റൻ എല്ലാവർക്കും കാണാലോ? ഒന്ന് വായിച്ചേ. check whether the following are identities or not. താഴെ തന്നിരിക്കുന്നതിൽ ഐഡന്റിറ്റീസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? 2x plus 3 is equal to 5. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? 3x plus 1 is equal to x plus 2x plus 1. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റൻ എല്ലാവരും കണ്ടല്ലോ? എന്താ ഫസ്റ്റ് വൺ എന്തായിരുന്നു? 2x plus 3 is equal to 5. ഇത് ഐഡന്റിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? വേരിയബിളിന് എന്ത് ഡിഫറെന്റ് വാല്യൂ കൊടുത്താലും ഈ ഇക്വേഷൻ ട്രൂ ആയിട്ട് കിട്ടണമെന്ന് നോക്കണം അല്ലേ? സോ നമുക്ക് ആദ്യം x equal to 1 ഒന്ന് കൊടുത്തു നോക്കാം. സോ x equal to 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 into 1 plus 3 is equal to 5 എന്ന് അല്ലേ? 2 into 1 plus 3 is equal to 5 എന്ന് വന്നു. എന്താ? 2 into 1 2 plus 3 equal to 5. സോ ഇവിടെ 2 plus 3 എത്ര കിട്ടും? 5. 5 equal to 5 വന്നു. x equal to 1 ന്റെ കേസിൽ ഇത് ട്രൂ ഇക്വേഷൻ ആണ്. സോ x ന്റെ വാല്യൂ 1 ആണ്. 1 ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് x equal to 2 കൂടി ചെക്ക് ചെയ്ത് നോക്കാം. x equal to 2 കൊടുക്കാൻ പോവാ. അപ്പൊ എന്ത് വരും നോക്കി? എന്താവും? 2 into 2 plus 3 is equal to 5 ആവും അല്ലേ? അല്ല ഇങ്ങനെയല്ല വരാ? 2 into 2 എത്രയാ? 4. 4 plus 3 is equal to 5. 4 plus 3 എത്രയാ? 7 is equal to 5 ആണ്. 7 equal to 5 ആണോ? അല്ല. സോ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ല. സോ ഇത്
ട്രൂ ഇക്വേഷൻ അല്ല അല്ലേ? ഫോർ ദ വാല്യൂ x equal to 2. x equal to 2 ന് ഇത് ട്രൂ അല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡന്റിറ്റി. ഐഡന്റിറ്റി ആണോ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞേക്കണം. സോ ഇത് എന്താന്ന് കിട്ടി? ഐഡന്റിറ്റി അല്ലാന്ന് കിട്ടി. ഓക്കെ, കാരണം എന്താ? ഇത് ട്രൂ ആണ്. എന്താ? സെർട്ടൈൻ വാല്യൂസ് അല്ലേ, കുറച്ച് x equal to 1 മാത്രമാണ് ഇത് ട്രൂ ആവുള്ളൂ. x equal to 2 ന്റെ കേസ് ആയപ്പോഴേക്കും ഇത് എന്താ? ട്രൂ ആവണില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡന്റിറ്റി. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ? 3x plus 1 is equal to x plus 2x plus 1. ഇതൊരു ഐഡന്റിറ്റി ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് x equal to 1 തന്നെ ആദ്യം കൊടുക്കാം. x equal to 1 കൊടുക്കുമ്പോൾ എന്ത് വരും? എന്ത് വരും? 3 into 1 plus 1 is equal to x ന്റെ പ്ലേസിൽ 1 plus 2 into 1 plus 1. ഇങ്ങനെയായില്ലേ? ഒന്ന് സോൾവ് ചെയ്തേ. 3 into 1 എത്രയാ? 3 plus 1 is equal to 1 plus 2 into 1 എത്രയാ? 2 plus 1 അല്ലേ? 3 plus 1 4 is equal to എന്ത് വരും? 1 plus 2 plus 1, അതായത് 1 plus 3. So 4 is equal to 4 എന്ന് വന്നു. So x equal to 1 ന്റെ കേസിൽ ഇതെന്താ? ട്രൂ ആണ്, ട്രൂ ഇക്വേഷൻ ആണ്. ഇനി x equal to 2 കൂടി നോക്കാം. 2 കൂടി നോക്കുന്ന സമയത്ത് എന്ത് വരും? എന്ത് വരും? 3 into 2 plus 1 is equal to x ന്റെ പ്ലേസിൽ 2. 2 plus 2 into 2 plus 1 എന്ത് വരും? 3 into 2 എത്രയാ? 6. 6 plus 1 is equal to 2 plus 2 into 2 4 plus 1 എന്ത് വരും? 6 plus 1 7 is equal to 2 plus 4 6. 6 plus 1 7. So 7 equal to 7 വന്നു. x equal to 2 എടുത്തപ്പോഴും എന്താ? ഇതൊരു ട്രൂ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞാൽ x equal to 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡോ റൈറ്റ് ഹാൻഡ് സൈഡോ ഈക്വൽ ആയിട്ട്. സോ അത് റാൻഡം ആയിട്ട് വേറെ ഒരു നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് നോക്കാം. അതിലും ഇത് ട്രൂ ആവും നോക്കാം. സോ ഞാൻ x equal to 7 എടുത്ത് നോക്കാം. ഓക്കെ, x equal to 7 എടുത്ത് നോക്കി. എന്ത് വരും? 3 into 7 plus 1 is equal to 7 plus 2 into 7 plus 1. ഇങ്ങനെയല്ലേ വരാം? ജസ്റ്റ് എക്സിന്റെ പ്ലേസിൽ 7 ഇട്ട് കൊടുക്കണമെന്നുള്ളൂ ഈ ഇക്വേഷനിൽ. ഓക്കെ, 3 into 7 എത്രയാ? 21 plus 1 is equal to 7 plus 2 into 7 എത്രയാ? 14 plus 1 അല്ലേ? 21 plus 1 എത്രയാ? 22. 7 plus 14 എത്രയാ? 21 plus 1. So എന്ത് വന്നു? 22 is equal to 21 plus 1 22. So x equal to 7 കൊടുത്തപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് വന്നു. സോ ഇതെന്താണ്? ഒരു ഐഡന്റിറ്റി ആണല്ലേ, കാരണം നമുക്ക് ഏത് നമ്പർ എടുത്ത് നോക്കിയാലും ഇത് ട്രൂ ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഏത് വാല്യൂവിനും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഐഡന്റിറ്റി. ഈ ഇക്വേഷൻ ഒരു ഐഡന്റിറ്റി ആണ്, എന്നാൽ ഈ ഒരു ഇക്വേഷൻ ഒരു ഐഡന്റിറ്റി അല്ല. സോ നിങ്ങൾക്ക് ഐഡന്റിറ്റി എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു ഇക്വേഷൻ തന്നാൽ അത് എങ്ങനെ ഐഡന്റിറ്റി ആണെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, സോ ഐഡന്റിറ്റി എന്താണ് ക്ലിയർ ആയി അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ഐഡന്റിറ്റി എന്താന്ന് പഠിച്ചു. ഐഡന്റിറ്റി എന്തായിരുന്നു? an equation is true for any value of its variable അല്ലേ? ഒരു ഇക്വേഷന്റെ എല്ലാ വേരിയബിൾസിന് ഏത് വാല്യൂ കൊടുത്താലും ട്രൂ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഐഡന്റിറ്റി എന്ന് വിളിക്കും. ഇക്വേഷനും ഐഡന്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇക്വേഷൻ എന്തായിരുന്നു പ്രത്യേകത? ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ ഓൺലി സെർട്ടൻ വാല്യൂസ് അല്ലേ? കുറച്ച് വാല്യൂസിന് മാത്രമായിരിക്കും എന്ത് ഇക്വേഷൻ ട്രൂ ആവാ. എന്ത് ഇക്വേഷൻ? ആൾജിബ്രായിക് ഇക്വേഷൻ അല്ലേ? പക്ഷെ ഐഡന്റിറ്റിയോ? ഐഡന്റിറ്റി ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് അല്ലേ? എല്ലാ വാല്യൂസിനും ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ ചെയ്തിട്ട് വരാലോ. നിങ്ങൾക്ക് ചെയ്തിട്ട് വരാലോ. ഓക്കെ, ഐഡന്റിറ്റി ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ചെക്ക് whether the following are identities or not. ഫസ്റ്റ് വൺ എന്താ? x plus 4x is equal to 5x plus 1. Okay, then second one എന്താ? 7x plus 1 is equal to 4x plus 3x plus 1. Okay, രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് രണ്ടും ഐഡന്റിറ്റീസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ചെയ്തിട്ട് വരാലോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ.
ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഐഡന്റിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി പഠിച്ചു വരാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ഐഡന്റിറ്റീസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.